മാ കാമാഖ്യ ദേവി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഡിവൈൻ ഫെമിനൈൻ എനർജിയുടെ എപ്പിട്ടോമിൽ നിൽക്കുന്ന എനർജി പവറാണ് മാ കാമാഖ്യ ദേവി. വി ഗോട്ട് സി കാളരാത്രിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. കാളരാത്രി എന്ന് പറയുമ്പോൾ ഡിവൈൻ മദർ ദുർഗ എനർജിയാണ്. നമ്മൾ നവരാത്രിയിൽ ഡേ 7 ഏഴാമത്തെ ദിവസം വർഷിപ്പ് ചെയ്യുന്ന ഗോഡസാണ് കാളരാത്രി. കാല എന്ന് പറഞ്ഞാൽ ടൈം അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ ഡെത്ത് മരണം. രാത്രി എന്ന് പറഞ്ഞാൽ നൈറ്റ്, ഡാർക്ക് നൈറ്റ് ഓഫ് ഡിസല്യൂഷൻ എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഇത് നമ്മളുടെ സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിലെ അന്ധകാരത്തിനെ ഇല്ലാതാക്കുക, ഡിസ്ട്രക്ഷൻ ഓഫ് ഇഗ്നോറൻസ് ആൻഡ് ഫിയർ, പേടികളെ ഇല്ലാതാക്കുക, മറികടക്കുക, പ്രൊട്ടക്ഷൻ ഫ്രം നെഗറ്റീവ് ഫോഴ്സസ് ഇതും പറയുന്നുണ്ട്. സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ പറയുന്നത് കാലരാത്രി. ഇവിടെ പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യം ഇവിടെ ഡിസോൾവ് ചെയ്യാണ്, ഇല്ലാതാകാൻ പോവുകയാണ്. അതൊരു പണിഷ്മെൻ്റ് ആയിട്ട് എടുക്കരുത്. അത് നിങ്ങളുടെ ഇവല്യൂഷനാണ്, നിങ്ങളുടെ ആത്മാവ് വളരുന്നതാണെന്ന് മനസ്സിലാക്കുക. ഒരു ടോക്സിക് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ടോക്സിക് അറ്റാച്ച്മെൻറ്റ് ഇവിടെ എൻഡ് ആവുകയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആകുന്നതോടു കൂടിയിട്ടായിരിക്കാം ചിലവർക്ക്. അതൊരു നഷ്ടമായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത് എന്നെടുത്ത് പറയുകയാണ് മാ കാമാഖ്യ ദേവി. സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് ഇൻറ്റൻസ് എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾക്ക് കുറച്ച് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നൊരു രീതി മനസ്സിലുണ്ടാക്കും, ഡിഫിക്കൽട്ടി ഉണ്ടാക്കും. പക്ഷെ ആ സമയം കടന്നു പോവും. ലെസൺസ് പഠിക്കുക അതിൽ നിന്നും. ട്രസ്റ്റ് ദ പ്രോസസ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് അൺകംഫർട്ടബിൾ എന്നുള്ളൊരു മെസ്സേജാണ്.